everyone. Myself Jinsi SR, Assistant Professor, Department of History, Christ College Autonomous City. നമ്മൾ മൈനർ പ്രോഗ്രാം ആയിട്ടുള്ള മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഫസ്റ്റത്തെ മൊഡ്യൂളിലെ ഫസ്റ്റത്തെ ടോപ്പിക് ആയിട്ടുള്ള അഡ്വെന്റ് ഓഫ് ബ്രിട്ടീഷ് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ ഒരു ഇൻട്രൊഡക്ടറി ടോപ്പിക് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ആയിരുന്നു. എങ്ങനെയാണ് യൂറോപ്യൻ പവേഴ്സ് ഈ ഒരു എക്സ്പെഡീഷന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ പുതിയ ലാൻഡ് റൂട്ട്, പുതിയ സീ റൂട്ടുകൾ, അതുപോലെ തന്നെ പുതിയ പ്ലേസുകൾ കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് അവർ യാത്ര തുടങ്ങിയത്, എന്തൊക്കെ കാരണങ്ങളായിരുന്നു അതിനെ അവർ മോട്ടിവേറ്റ് ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ ലാസ്റ്റത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. അതിൽ നമ്മൾ എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട യൂറോപ്യൻ പവേഴ്സ് ഏതൊക്കെയായിരുന്നു എന്നുള്ളത് നമ്മൾ ജസ്റ്റ് പേരൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പോർച്ചുഗീസ് ഉണ്ട്, ഡച്ച് ഉണ്ട്, ബ്രിട്ടീഷ് ഉണ്ട്, ഫ്രഞ്ച് ഉണ്ട്. ഇനി നമ്മൾ ഓരോ യൂറോപ്യൻ പവേഴ്സിനെ നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ പോവുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ദ വെരി ഫസ്റ്റ് യൂറോപ്യൻ പവർ, ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ആദ്യത്തെ യൂറോപ്യൻ പവർ എന്ന് പറയുന്ന പോർച്ചുഗീസുകാരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വെൽക്കം ടു ദ ക്ലാസ്. സോ നമുക്കറിയാം ഒത്തിരി യൂറോപ്യൻ പവേഴ്സ് ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അതിനകത്ത് എളുപ്പത്തിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇന്ത്യയിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത് വളരെ ചുരുക്കം യൂറോപ്യൻ പവേഴ്സ് മാത്രമായിരുന്നു. പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രഞ്ച് ഇവരായിരുന്നു മേജർ ആയിട്ടുണ്ടായിരുന്ന യൂറോപ്യൻ പവേഴ്സ്. അതുകൂടാതെ വേറെ രണ്ട് ചെറിയ ഒരു യൂറോപ്യൻ കമ്പനീസും ട്രേഡിംഗ് കമ്പനീസും ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഡാനിഷ് ആൻഡ് സ്വീഡിഷ് കമ്പനി എന്ന് പറയുന്നത്. ഇതിൽ പോർച്ചുഗീസ് പവറാണ് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത്. ഈ മാപ്പിനകത്ത് വിശദമായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സാധിക്കും ഇത് ഈ ഓരോ യൂറോപ്യൻ പവേഴ്സും എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് പ്രധാനമായിട്ടും ഇന്ത്യയുടെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ അവരുടെ ട്രേഡിംഗ് സെന്റേഴ്സോ അല്ലെങ്കിൽ അവരുടെ സെറ്റിൽമെന്റുകളോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു മാപ്പിനകത്ത് കാണുന്നത്. ഇതിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കൂടുതലും കോസ്റ്റൽ റീജിയൻസ്, അല്ലെങ്കിൽ ഈ പറയുന്ന തുറമുഖങ്ങൾ കപ്പലുകൾക്ക് അടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവർ സെറ്റിൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ട്രേഡിംഗ് സെന്റേഴ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ട്രേഡ് ആയിരുന്നു ഇവരുടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട മോട്ടീവ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടായിരുന്നു അവർ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇനി നമ്മൾ പോർച്ചുഗീസ് പവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1498 പോർച്ചുഗീസ് നാവിഗേറ്റർ ആയിട്ടുള്ള വാസ്കോ ഡി ഗാമ പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്നും യാത്ര തുടങ്ങുന്നു. അങ്ങനെ ആഫ്രിക്കയുടെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ഇന്ത്യയുടെ ഏറ്റവും സദേൺ റീജിയൻ ആയിട്ടുള്ള കാലിക്കറ്റിലേക്ക് എത്തുന്നു. അതോടുകൂടിയിട്ട് ഈ പറയുന്ന ചരിത്രത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കുകയാണ്. നമ്മൾ പറയുന്നത് ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അത്തരത്തിലൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു വാസ്കോ ഡി ഗാമയുടെ വരവെന്ന് പറയുന്നത്. കാരണം ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു എന്തിനാണ് ഇവർ യാത്ര തുടങ്ങിയത് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എന്തായിരുന്നു ഈ യാത്ര തുടങ്ങാനായിട്ട് ഇവരെ എൻകറേജ് ചെയ്ത ഫാക്ടേഴ്സ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ട്രേഡിലൂടെ ഉണ്ടാകുന്ന വെൽത്ത്, ഇതിന് റൂളേഴ്സ് കൊടുത്തൊരു എൻകറേജ്മെന്റ്, ഇതെല്ലാമാണ് ഈ പോർച്ചുഗീസുകാർ യാത്ര തുടങ്ങാനായിട്ട് ഉണ്ടായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. അങ്ങനെ ലിസ്ബണിൽ നിന്നും പോർച്ചുഗൽ രാജാവിന്റെ അനുമതിയോട് കൂടിയിട്ടാണ് വാസ്കോ ഡി ഗാമ യാത്ര തുടങ്ങി. ദീർഘനാളത്തെ യാത്രയ്ക്ക് ശേഷമാണ് 1498 മെയ് 20 കോഴിക്കോട് കാപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് വാസ്കോ ഡി ഗാമയുടെ നേതൃത്വത്തിലുള്ള കപ്പലിറങ്ങുന്നത്. 1497 യാത്ര തുടങ്ങുന്നത്. പക്ഷെ എത്രയും ദൂരം യാത്ര ചെയ്തിട്ടാണ് വാസ്കോ ഡി ഗാമ കാലിക്കറ്റിലേക്ക് എത്തുന്നു. അന്ന് ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്കൽ കണ്ടീഷനെ നോക്കുകയാണെങ്കിൽ നാട്ടുരാജ്യങ്ങളായിരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ലോക്കൽ റൂളേഴ്സ് ആയിരുന്നു ഭരിച്ചിട്ടുണ്ടായിരുന്നത്. കേരളത്തിൽ തന്നെ കോഴിക്കോട് എന്ന് പറയുന്ന പ്രദേശം ഭരിച്ചിട്ടുണ്ടായിരുന്നത് സാമൂതിരിയായിരുന്നു. അപ്പൊ ഈ സാമൂതിരിനെയാണ് ഇദ്ദേഹം ചെന്ന് കാണുന്നു, ട്രേഡ് നടത്താനായിട്ടുള്ള പെർമിഷൻ എടുക്കുന്നു. സാമൂതിരി വലിയ രീതിയിൽ അദ്ദേഹം സ്വീകരിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നീട് തൊട്ടടുത്തിട്ടുള്ള കണ്ണൂരിലുള്ള കോലത്തിരി പോയി കാണുന്നുണ്ട്. കോലത്തിരിയുമായിട്ട് ഒരു കോർഡിയൽ റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതോടുകൂടിയിട്ട് ഇന്ത്യയുടെ, കേരളത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ ചരിത്രം വലിയ രീതിയിൽ മാറ്റപ്പെടുകയാണ് ഈ പറയുന്ന വാസ്കോ ഡി ഗാമയുടെ വരവോട് കൂടിയിട്ട്. കാരണം ട്രേഡിന്റെ ഹിസ്റ്ററി മാത്രമല്ല മാറുന്നത്, ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രം മാറുന്നുണ്ട്, പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിലും വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാകുന്നുണ്ട്. വാസ്കോ ഡി ഗാമ അതിനുശേഷം, അദ്ദേഹത്തിന്റെ ആദ്യത്തെ വരവിന് ശേഷം ഇവിടുന്ന് ധാരാളം സ്പൈസസും അതുപോലെ തന്നെ ഒത്തിരിയേറെ റോ മെറ്റീരിയൽസും കൊണ്ടാണ് തിരിച്ചു പോകുന്നത്. അദ്ദേഹം വളരെ സന്തോഷവാനായിട്ടാണ് തിരിച്ചു പോകുന്നു. തിരിച്ചു പോയതിനു ശേഷം അദ്ദേഹം വീണ്ടും വരുന്നുണ്ട്, രണ്ടാമത്തെ തവണയും പിന്നെ മൂന്നാമത്തതും അദ്ദേഹത്തിന്റെ അവസാനത്തതുമായിട്ടുള്ള എക്സ്പെഡീഷൻ അദ്ദേഹം വരുന്നുണ്ട് 1524. അങ്ങനെ വരുമ്പോഴേക്കും അദ്ദേഹത്തിന് വലിയൊരു പ്രൊമോഷനോട് കൂടിയിട്ടാണ് വരുന്നത്. ഗവർണർ എന്ന് പറയുന്ന പദവിക്ക് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. പക്ഷെ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ കാണുന്ന ഒരു വാസ്കോ ഡി ഗാമയുടെ അല്ലെങ്കിൽ പോർച്ചുഗീസുകാരുടെ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നില്ല. പിന്നീടുള്ളൊരു സമയത്ത് നമ്മൾ കാണുന്നത് ഒരു നാട്ടുരാജ്യങ്ങളുമായിട്ട് കോൺഫ്ലിക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു.
സാമറിനുമായിട്ട് കോൺഫ്ലിക്റ്റ് ചെയ്യുന്നുണ്ട്. സാമറിനുമായിട്ട് കോൺഫ്ലിക്റ്റ് ചെയ്തിട്ടാണ് ഇവർ കൊച്ചിയിലേക്ക് പോകുന്നത്. പിന്നീട് കുറേ കാലഘട്ടത്തോളം കൊച്ചിയായിരുന്നു ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ട്രേഡിംഗ് സെന്റർ എന്ന് പറയുന്നത്. അങ്ങനെ വാസ്കോ ഡി ഗാമ ഇന്ത്യയിലേക്ക് വരുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനത്തെ യാത്ര എന്ന് പറയുന്നത് കൊച്ചിയിൽ, അദ്ദേഹം മരണപ്പെടുന്നത് കൊച്ചിയിൽ വെച്ചിട്ടാണ്. അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി ഫോർട്ട് കൊച്ചിയിലുള്ള സെന്റ് ഫ്രാൻസിസ് ചർച്ചിനകത്ത് ബറി ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇവിടുന്ന് എടുത്ത് മാറ്റുകയും ചെയ്തു. അപ്പൊ വാസ്കോ ഡി ഗാമയോട് കൂടിയിട്ടാണ് പോർച്ചുഗീസുകാരുടെ ഒരു ട്രേഡിംഗ് ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് വാസ്കോ ഡി ഗാമയ്ക്ക് ശേഷം ഒത്തിരി പ്രധാനപ്പെട്ട വ്യക്തികൾ ഈ പറയുന്ന പോർച്ചുഗീസ് പവറിനെ വളർത്താനായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും പറയുന്ന 4 വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം. ഒന്ന് പെദ്രോ കബ്രാൾ എന്ന് പറയുന്ന വ്യക്തിയാണ്. 1500 അദ്ദേഹം ഈ പറയുന്ന വാസ്കോ ഡി ഗാമയുടെ ശിക്ഷണത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഡയറക്ഷനോട് കൂടിയിട്ട് ഇന്ത്യയിലേക്ക് എത്തുന്നു. കൊച്ചി ഒരു പ്രധാനപ്പെട്ട പോർച്ചുഗീസുകാരുടെ ട്രേഡിംഗ് സെന്റർ ആയിട്ട് മാറുന്നത് കബ്രാളിന്റെ കാലഘട്ടത്തിലാണ്. അന്ന് ആ സമയത്ത് ഉണ്ടായിരുന്ന അറബ് കച്ചവടക്കാരുമായിട്ട് പോർച്ചുഗീസുകാർ കോൺഫ്ലിക്റ്റിൽ ഏർപ്പെടുകയും പിന്നീട് കൊച്ചിയുടെ കുറച്ച് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇവര് കച്ചവടത്തിന്റെ ഭാഗമായിട്ട് പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തു. അപ്പൊ കബ്രാളിലൂടെയാണ് കൊച്ചി എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരുടെ ഒരു ട്രേഡിംഗ് സെന്റർ ആയിട്ട് മാറുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ഒരു അഡ്മിനിസ്ട്രേഷൻ രീതിയിലേക്ക്, അതായത് ട്രേഡിൽ നിന്ന് മാറി കുറച്ചുകൂടി പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ രീതിയിലേക്ക് പോർച്ചുഗീസുകാർ വളരുന്നത് അൽമേഡ എന്ന് പറയുന്ന ഫ്രാൻസിസ്കോ അൽമേഡ എന്ന് പറയുന്ന ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയുടെ കാലഘട്ടത്തിലാണ്. 1503 അൽമേഡ പോർച്ചുഗീസുകാരുടെ വൈസ്രോയി ആയിട്ട് വരുന്നത്. അന്ന് ഇവരുടെ ഇന്റൻഷനൊക്കെ മാറി. ട്രേഡ് എന്ന് പറയുന്ന ഒരു ഇന്റൻഷനിൽ നിന്നും പതുക്കെ ഇന്ത്യയിൽ രാഷ്ട്രീയപരമായിട്ട് അല്ലെങ്കിൽ അധികാരം സ്ഥാപിക്കാം എന്നുള്ള ഒരു ഇതിലേക്ക് അവർ എത്തുകയും അതിനെ തുടർന്ന് ഇന്ത്യയിലുള്ള മറ്റ് നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ ദിയു എന്ന് പറയുന്ന ഒരു ഐലൻഡാണ് ദാമൻ ദിയു, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിൽ ദിയു എന്ന് പറയുന്ന സ്ഥലം പിടിച്ചെടുക്കുകയും അതുപോലെ തന്നെ ചൗൾ എന്ന് പറയുന്ന സ്ഥലം പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. ദെൻ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ കാണുന്നത് ഭരണപരമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വളർന്നു വരുന്നതാണ് കാണുന്നത്. അതിനെ ഒരു അടുത്തൊരു സ്റ്റേജിലേക്ക് എത്തിക്കുന്നത് അൽഫോൻസോ ഡി അൽബുക്കർക്ക് എന്ന് പറയുന്ന അടുത്ത വൈസ്രോയി അല്ലെങ്കിൽ ഒരു അടുത്ത ഗവർണറാണ്. അൽബുക്കർക്കിന്റെ കാലഘട്ടത്തിലാണ് പോർച്ചുഗീസുകാർ ഒരു ശക്തമായിട്ടുള്ള ഒരു എംപയർ ആയിട്ട് വളർന്നു വരുന്നത്. നമ്മൾ കാണുന്നു തുടക്കത്തിലുണ്ടായിരുന്ന പോർച്ചുഗീസ് പവർ അല്ല പിന്നീട് ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ വൈസ്രോയിമാരുടെ കാലഘട്ടത്തിൽ എത്തുമ്പോഴും നമ്മൾ കാണുന്നത് പോർച്ചുഗീസുകാർ വളർന്നു വരുന്നതാണ്. പൊളിറ്റിക്കലി അവർ വളർന്നു, എക്കണോമിക്കലി അവർ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആയിട്ട് മാറുന്നു. ആൻഡ് ബൈ 1509 1509 ആകുമ്പോഴേക്കും നമ്മൾ കാണുന്നത് പോർച്ചുഗീസുകാർ ഒരു എംപയർ ബിൽഡ് ചെയ്യുന്നതാണ് കാണുന്നത്. നമ്മൾ പിന്നീട് അറിയപ്പെടുന്നതാണ് ഗോവ ഒരു പോർച്ചുഗീസ് സെറ്റിൽമെന്റ് ആയിട്ട് നമുക്ക് അറിയാവുന്നതാണ്. ഈ ഗോവ പിടിച്ചെടുക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ അൽബുക്കർക്കിന്റെ കാലഘട്ടത്തിലാണ്. പിന്നീട് ഗോവയിലേക്ക് ഈ പോർച്ചുഗീസുകാരുടെ ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നീട് ഒരു കൺസോളിഡേഷൻ പ്രോസസ്സാണ്. ആദ്യം പോർച്ചുഗീസുകാർ അവരുടെ എംപയർ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നു, അത് കൺസോളിഡേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് കാണുന്നത്. അത് അടുത്തൊരു ഗവർണർ ആയിട്ടുള്ള നിനോ ഡി കുഞ്ഞ എന്ന് പറയുന്ന ഗവർണറുടെ കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ എത്തുമ്പോഴേക്കും കൂടുതൽ സ്ഥലങ്ങൾ പോർച്ചുഗീസുകാർ പിടിച്ചെടുക്കുകയും അവരുടെ സെറ്റിൽമെന്റുകളാക്കി മാറ്റുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സോ വാസ്കോ ഡി ഗാമ എന്ന് പറയുന്ന ഒരു നാവിഗേറ്റർ അദ്ദേഹത്തിന്റെ ഒരു എഫേർട്ടിന്റെ ഭാഗമായിട്ട് തുടങ്ങിയ പോർച്ചുഗീസുകാരുടെ യാത്ര എന്ന് പറയുന്നത് പിന്നീട് ഒരു പോർച്ചുഗീസ് എംപയർ എന്ന് പറയുന്ന രീതിയിലേക്ക് പിന്നീട് വന്ന കബ്രാളിന്റെയും അൽമേഡയുടെയും അൽബുക്കർക്കിന്റെയും കാലഘട്ടത്തിലും പിന്നീട് ഡി കുഞ്ഞയുടെ കാലഘട്ടത്തിലും അത് എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇനി ഇതിന്റെ ഭാഗമായിട്ട് എവിടേക്കായിരുന്നു അവർക്ക് പ്രധാനപ്പെട്ട ട്രേഡിംഗ് സെന്റേഴ്സ് ഉണ്ടായത് നമുക്ക് നോക്കാം. ഇന്ത്യയിലും ഇന്ത്യയുടെ പുറത്തും അവർക്ക് ട്രേഡിംഗ് സെന്റേഴ്സ് ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ നോക്കുവാണെങ്കിൽ കാലിക്കറ്റ് ആയിരുന്നു അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. കാലിക്കറ്റിലുണ്ടായിരുന്നു, കണ്ണൂർ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ക്രാങ്കന്നൂർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കൊടുങ്ങല്ലൂരാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒരുപക്ഷെ മുസിരീസ് എന്ന് പറയുന്ന സ്ഥലം. ഈ ക്രാങ്കന്നൂരിലും അവർക്ക് ട്രേഡിംഗ് സെന്റർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കൊച്ചിൻ, ഗോവ, ദാമൻ ദിയു, ബോംബെ, സാൽസെറ്റ്, ബസീൻ, ചൗൾ, സാന്ത് ഹോം, ഹൂഗ്ലി എന്ന് പറയുന്നത് ബംഗാളിലാണ്. ദെൻ നാഗപട്ടം എന്ന് പറയുന്നത് സദേൺ സൈഡിലാണ്. അപ്പൊ ഇങ്ങനെ കേരളത്തിൽ നിന്ന് തുടങ്ങി പതിയെ ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലേക്കും നോർത്തേൺ സൈഡിലേക്കും ഇവരെ ട്രേഡിംഗ് സെന്ററുകൾ ഇവർ എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇനി ഇന്ത്യക്ക് പുറത്തേക്ക് നോക്കുവാണെങ്കിൽ മലാക്ക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ട്രേഡിംഗ് പോസ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. കാരണം സ്പൈസ് ട്രേഡിലായിരുന്നു ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് മലാക്ക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന ഒരു സ്പൈസ് ട്രേഡ് സെന്റർ ആയിരുന്നു. അപ്പൊ ഇന്ത്യക്ക് പുറത്ത് അവരുടെ ഈ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട വൺ ഓഫ് ദി മേജർ ട്രേഡിംഗ് പോസ്റ്റ് എന്ന് പറയുന്നത് മലാക്കയായിരുന്നു. ഇനി ഈ മാപ്പിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എവിടെയൊക്കെയായിരുന്നു നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത പ്രധാനപ്പെട്ട ട്രേഡിംഗ് സെന്റേഴ്സ് എവിടേക്കാണ്. നോക്കൂ, താഴെ കാലിക്കറ്റ്, അതുപോലെ തന്നെ കണ്ണൂര്,
കൊച്ചി, ദെൻ അതുപോലെ തന്നെ സെൻട്രലിൽ നോക്കുകയാണെങ്കിൽ മദ്രാസ്, നാഗപ്പട്ടം, അതുപോലെ തന്നെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഹൂഗ്ലി ഉണ്ട് ബംഗാൾ സൈഡിൽ, ദെൻ ബോംബെ, ബസേൻ, ഡാമൻ ആൻഡ് ദിയു, ഇതൊക്കെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ട്രേഡിംഗ് പോസ്റ്റുകൾ അല്ലെങ്കിൽ ട്രേഡിംഗ് സെന്റേഴ്സ്. ഇനി നമ്മൾക്ക് ഈ പോർച്ചുഗീസുകാർ വന്നത് അല്ലേ, നമ്മൾ പറഞ്ഞു ആദ്യമായിട്ട് വന്ന യൂറോപ്യൻ പവേഴ്സാണ് പോർച്ചുഗീസുകാർ 1498, അതായത് 15th സെഞ്ചുറിയുടെ അവസാനത്തിലാണ് അവർ ഇന്ത്യയിലേക്ക് വരുന്നത്. പക്ഷെ ഒരു 17th സെഞ്ചുറി ആകുമ്പോൾ നമ്മൾ കാണുന്നത് അവരുടെ പവർ പതിയെ ഡിക്ലൈൻ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതോ അവരൊരു എംപയർ ആയിട്ട് എമർജ് ചെയ്തെങ്കിൽ കൂടിയും ഒരു 17ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് പതിയെ അവരുടെ പവർ നഷ്ടപ്പെടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ട് അവർക്ക് പവർ നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 17ാം നൂറ്റാണ്ടിന്റെ തുടക്കമാകുമ്പോഴേക്കും നമ്മൾ മറ്റു യൂറോപ്യൻസ് വരുന്നത് കാണുന്നുണ്ട്. ഡച്ചുകാർ വരുന്നു, ബ്രിട്ടീഷുകാർ വരുന്നു. അപ്പൊ ഇവർ വന്നപ്പോൾ ഇവരോട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് പോർച്ചുഗീസുകാർക്ക് സാധിച്ചില്ല. കാരണം ഒന്ന്, അവരുടെ ഫോക്കസ് പതിയെ ഇന്ത്യയിൽ നിന്ന് അവർ മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്, അവരുടെ നാട്ടിൽ പോർച്ചുഗലിൽ കുറച്ച് ആഭ്യന്തരമായിട്ടുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. സോ ഓൾ ടുഗെദർ ഡച്ചുകാരുമായിട്ടോ അല്ലെങ്കിൽ പിന്നീട് ഒന്ന് ബ്രിട്ടീഷുകാരുമായിട്ടോ കോമ്പീറ്റ് ചെയ്ത് ഇന്ത്യയിൽ അവരുടെ അധികാരം പിടിച്ചു നിർത്താനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ആ സമയമാകുമ്പോഴേക്കും പോർച്ചുഗീസുകാർക്ക് ഇല്ലാതിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് 17th സെഞ്ചുറി ആകുമ്പോഴേക്കും പതിയെ പോർച്ചുഗീസ് പവർ ഡിക്ലൈൻ ചെയ്തിട്ട് നമ്മൾ കാണുന്നത്. സോ ഫസ്റ്റ് വന്ന യൂറോപ്യൻ പവേഴ്സ് ആണ്. പക്ഷേ ഒരു ഏകദേശം ഒരു 100 വർഷക്കാലത്തോളം അവർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ ട്രേഡും അതുപോലെ തന്നെ ഇന്ത്യയുടെ പൊളിറ്റിക്കലിയും അവർ ഡോമിനേറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. പക്ഷെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ബ്രിട്ടീഷുകാർ പോയെങ്കിലും ഇന്ത്യയിൽ നിന്നും ഏറ്റവും അവസാനമായിട്ട് പോയ യൂറോപ്യൻസ് എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. കാരണം 1961 നമ്മുടെ ഇന്റഗ്രേഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് ഗോവ എന്ന് പറയുന്ന പോർച്ചുഗീസുകാരുടെ സെന്റർ ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കുന്നത്. അതുവരേക്കും പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പൊളിറ്റിക്കലി അവർ സിഗ്നിഫിക്കന്റ് ആയിരുന്നില്ല 17th സെഞ്ചുറിക്ക് ശേഷം. പക്ഷേ എന്നിരുന്നാലും അവരുടെ സെറ്റിൽമെന്റ്സും അവരുടെ താമസങ്ങളും ഒക്കെ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഭരണപ്രദേശമായിട്ട് ഗോവയിൽ അവർ 1961 വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി ഇതിന്റെ ഒരു ഇമ്പാക്റ്റും കൂടി നമുക്ക് പറഞ്ഞ് ഈ ടോപ്പിക് അവസാനിപ്പിക്കാം. പോർച്ചുഗീസുകാർ വന്നതുകൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി നമുക്ക് മനസ്സിലായി ട്രേഡിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് കൾച്ചറിൽ ഉണ്ടായിട്ടുള്ള മാറ്റമാണ്. കാരണം ക്രിസ്ത്യാനിറ്റി പ്രൊപ്പഗേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയിട്ടാണല്ലോ അവരുടെ കൂടെ മിഷണറീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് മതപരമായിട്ട് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭാഷയിൽ മാറ്റമുണ്ടായി. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഭാഷയിലെ പല വാക്കുകളും ശരിക്കും പറഞ്ഞാൽ പോർച്ചുഗീസുകാരുടെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. ഈ ഉദാഹരണം പറയുന്നത് മേശ എന്ന് പറയുന്ന വാക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരിയേറെ നമ്മളുടെ ഭാഷയിൽ മാറ്റം ഉണ്ടായി, ലിറ്ററേച്ചറിൽ ഒത്തിരി മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഭക്ഷണ രീതികളിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പുതിയ പുതിയ അഗ്രികൾച്ചർ പ്രോഡക്റ്റുകൾ അവരുടെ ഭാഗമായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ കശുമാങ്ങ എന്ന് പറയുന്നതും അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടാറ്റോ എന്ന് പറയുന്നതും ഇങ്ങനെ ഒത്തിരി പ്രോഡക്റ്റുകൾ ഈ പറയുന്ന പോർച്ചുഗീസ് ഇന്റർവെൻഷന്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. സോ ഓൾ ടുഗെദർ നമ്മുടെ കൾച്ചറിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്, പൊളിറ്റിക്കലി വലിയ മാറ്റം ഉണ്ടാകുന്നുണ്ട്, എക്കണോമിക്കലി എസ്പെഷ്യലി ട്രേഡിലും വലിയ മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കുവാണെങ്കിൽ പോർച്ചുഗീസുകാരുടെ വരവ് എന്ന് പറയുന്നത് ട്രേഡിന് വേണ്ടി ഫോക്കസ് ചെയ്ത് കൊണ്ടുവന്നു. പക്ഷെ എന്നിരുന്നാലും മൊത്തത്തിൽ ഇന്ത്യയിൽ വലിയ മാറ്റം, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ വലിയ മാറ്റം ഉണ്ടാവുകയും രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികമായിട്ടും കൾച്ചറലിയും വലിയ മാറ്റം ഉണ്ടാക്കാൻ പോർച്ചുഗീസുകാരെ കൊണ്ട് സാധിച്ചു. അവര് 1498 വന്നു. പിന്നീട് ഒരു 100 വർഷക്കാലത്തോളം ഇന്ത്യയിൽ അവരുടെ ഒരു ഭരണമാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയെ അവരൊരു എംപയർ ആക്കി മാറ്റാൻ അവർ ശ്രമിച്ചു. ഇന്ത്യയുടെ പല ഭാഗങ്ങളും അവർക്ക് ട്രേഡിംഗ് സെന്റേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ പതിയെ 17ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് അവർ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനി ഇതിന് ശേഷമാണ് അടുത്ത യൂറോപ്യൻ പവേഴ്സ് വരുന്നത്, ഡച്ച്, ബ്രിട്ടീഷ്, ഫ്രഞ്ച് ഒക്കെ വരുന്നത്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.